വീണ വിജയനെതിരെ കേന്ദ്ര ഏജൻസി കേസെടുത്തതിൽ ഇരിക്കപ്പുറതിയില്ലാത്തത് MV ഗോവിന്ദനും AK ബാലനുമൊക്കെയാണ്. പിണറായി വിജയനും റിയാസിനും പോലും ഇത്ര ശുഷ്കാന്തിയില്ല. എക്സാലോജിക് വീണ വിജയന്റെ കമ്പനിയാണ്. അന്വേഷണം വന്നിട്ടും വിവാദം മുറുകിയിട്ടും വീണ പോലും ഇതിനോട് പ്രതികരിക്കുന്നില്ല. പക്ഷേ CPM-ന് പൊള്ളലോട് പൊള്ളൽ. ഇപ്പോൾ നമുക്കുള്ള സംശയം എക്സാലോജിക്ക് CPM-കാരുടെ മുഴുവൻ പണപ്പെട്ടി ആയിരുന്നോ എന്നതാണ്. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ CPM പ്രതിക്കൂട്ടിലല്ല, പാർട്ടി പ്രതിക്കൂട്ടിലാണെന്ന് വരുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ട എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതിനാര് പറഞ്ഞു പാർട്ടി പ്രതിസന്ധിയിലാണെന്ന്? ഇതെല്ലാം പറയുന്നത് നിങ്ങൾ തന്നെയാണ്. എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ അന്വേഷണം വന്നപ്പോൾ വിറളി പിടിച്ച് രംഗത്ത് വന്നത് CPM ആണ്. കമ്പനി ഉടമസ്ഥ വീണ പോലും മിണ്ടാതിരിക്കുമ്പോൾ കിടന്ന് മെഴുകുന്നത് CPM. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ CPM പ്രതിക്കൂട്ടിലാണെന്ന്? അത് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. വീണയ്ക്കെതിരെ അന്വേഷണം വന്നപ്പോൾ പാർട്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ വെറുതെ കിടന്ന് മെഴുകുന്നത് എന്തിനാണ്? പിണറായി വിജയന്റെ മകൾ എന്ന പ്രിവിലേജ് അല്ലാതെ വീണ വിജയൻ ആരാണ്? CPM പാർട്ടിയിൽ അംഗത്വം പോലുമില്ല വീണയ്ക്ക്. അന്വേഷണം വന്നാൽ അത് നടക്കട്ടെ, വീണയെ ആരും പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ട, പാർട്ടിയിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട എന്ന് എന്തേ പറയുന്നില്ല? കോടിയേരിയുടെ മക്കളെ തള്ളി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് വീണയെ തള്ളി പറയുന്നില്ല? ഇതൊന്നും ചെയ്യാതെ പാർട്ടി പ്രതിക്കൂട്ടിൽ അല്ലെന്ന രോദനമാണ് ഇവർക്ക്. പാർട്ടി സെക്രട്ടറിയുടെ മെഴുകൽ കേട്ടു നോക്കാം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പകപോക്കലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇത്തരം നിലപാടുണ്ട്. അന്വേഷണം നടക്കട്ടെ. പിണറായി വിജയന്റെ മകൾ എന്ന നിലയിലാണ് അന്വേഷണം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അവസരവാദ നിലപാടെടുക്കുന്നു. ED അന്വേഷണത്തിൽ പോലും കോൺഗ്രസിന് ഇരട്ട നിലപാടാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട നീക്കമാണിതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM ഇതിനെ ഭയപ്പെടുന്നില്ല. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ CPM പ്രതിക്കൂട്ടിലല്ല, പാർട്ടി പ്രതിക്കൂട്ടിലാണെന്ന് വരുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ട. BJP-യുമായി ബന്ധമുള്ള നേതാവിന്റെ മകനാണ് വീണയ്ക്കെതിരെ പരാതി നൽകിയത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംബന്ധിച്ച് കോൺഗ്രസിന് അവസരവാദ നിലപാടാണുള്ളത്. അവരുടെ നേതാക്കൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ കോൺഗ്രസ് അതിനെ എതിർക്കുന്നു. എന്നാൽ മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ അതവർ സ്വാഗതം ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ നടപടികളെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി സൂര്യനെ പോലെ എന്ന് താൻ പറഞ്ഞത് വ്യക്തിപൂജയല്ല. കേന്ദ്ര ഏജൻസികൾ പിണറായി എന്ന സൂര്യനടുത്തേക്ക് എത്താനാവില്ലെന്നാണ് താൻ പറഞ്ഞത്. ഈ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു. ചില സാഹിത്യകാരന്മാരെ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഏത് വിമർശനത്തെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുമെന്നും മാറ്റത്തിന് വിധേയമാകാത്ത പാർട്ടിയല്ല CPM എന്നും ഗോവിന്ദൻ പറഞ്ഞു. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കാതു കൂർപ്പിച്ച് തന്നെ കേൾക്കും. അതിനനുസരിച്ച് മാറ്റം ആവശ്യമെങ്കിൽ വരുത്തും. ക്രിയാത്മക നിലപാടിനൊപ്പമാണ് CPM. വ്യക്തിപൂജയെ പാർട്ടി അംഗീകരിക്കില്ല. മുഖ്യമന്ത്രി സൂര്യനെ പോലെ എന്ന് പറഞ്ഞത് വ്യക്തിപൂജയല്ല. തെറ്റായ ഒരു കാര്യത്തിനും മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്താൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അത് വ്യാഖ്യാനിച്ച് സാഹിത്യകാരന്മാരിൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കി. MT വാസുദേവൻ നായരുടെ കാര്യമല്ല താൻ ഉദ്ദേശിച്ചതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. 2003 MD പ്രസ്തുത ലേഖനം എഴുതിയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയെയാകും ഉദ്ദേശിച്ചത്. അതിപ്പോൾ പ്രസംഗിച്ചത് എന്തിനാണെന്ന് MTയോടെ തന്നെ ചോദിക്കണം. ലോകത്തിന്റെ പൊതുചിത്രമാണ് MT പറഞ്ഞതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി.